ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ രാജ്യത്തെ 224 ജില്ലകളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ ഉന്നതതല യോഗത്തിന്റെ തീരുമാനം. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും മോക്ക് ഡ്രിൽ നടത്തും. രാജ്യത്തെ 244 ജില്ലകളെ മോക്ക് ഡ്രില്ലിനായി തെരഞ്ഞെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിലെ 259 ഇടങ്ങളിൽ നാളെ മോക്ക് ഡ്രിൽ നടക്കും. വിവരങ്ങളുമായി അബ്ദുൽ റഷീദ് ചേരുന്നു. അബ്ദുൽ റഷീദ്, ഈ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു സജ്ജമാവുക അല്ലെങ്കിൽ അത്തരം നടപടികൾ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ സെലക്റ്റഡ് ജില്ലകളിൽ മോക്ക് ഡ്രിൽ നടത്തുന്നത് അല്ലേ? കേരളത്തിൽ 2 ജില്ലകളിലുമുണ്ട്. അജിംഷാദ്, തീർച്ചയായും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജനങ്ങളെ ഒന്ന് അവയർനെസ് നൽകുക, അല്ലെങ്കിൽ ഒരു പൊതുബോധം ഉണ്ടാക്കുക, സുരക്ഷാ ക്രമീകരണങ്ങളിൽ കൂടുതൽ ജനങ്ങൾക്ക് സജീവമാക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായിട്ടുള്ള മോക്ക് ഡ്രില്ലിന് ആഹ്വാനം ചെയ്തത്. എന്തായാലും നാളെ മുതൽ ഇത് വിവിധ സംസ്ഥാനങ്ങളിലെ 244 ജില്ലകളിലും അതോടൊപ്പം രാജ്യത്തെ 259 മേഖലകളിലും ഇതിനായി മോക്ക് ഡ്രില്ലിനായി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇതിനെ 3 സോണുകളായിക്കൊണ്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മെട്രോ സിറ്റികൾ, പ്രതിരോധ മേഖലകൾ തുടങ്ങിയിട്ടുള്ള മേഖലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ മേഖലകളിൽ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം ജീവനക്കാർക്കും അടക്കമുള്ള ആളുകൾക്കും പൊതുജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കുന്ന ഒരു മോക്ക് ഡ്രില്ലായിരിക്കും നടത്തുക. വിവിധ സേനകളുടെ ആഭിമുഖ്യത്തിലായിരിക്കും ഈ മോക്ക് ഡ്രിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും ഫയർഫോഴ്സിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും സജ്ജമാക്കിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിവിധ ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രിൽ നടക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ദില്ലിയിലും ജമ്മു കാശ്മീരിലും പ്രത്യേക മോക്ക് ഡ്രില്ലുകൾ ഇതിനോടകം തന്നെ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മേഖലകളിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വിവിധ സേനയുടെയും അതോടൊപ്പം ദില്ലിയിലും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ഒക്കെ തന്നെയും നേതൃത്വത്തിൽ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഫയർഫോഴ്സ്, ദേശീയ ദുരന്ത നിവാരണ സേന, അതോടൊപ്പം റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള മോക്ക് ഡ്രിൽ ആയിരിക്കും നടക്കുക. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ മോക്ക് ഡ്രില്ലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം വിശദീകരിക്കുന്നത്. എന്തായാലും നിലവിൽ കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് ഈ മോക്ക് ഡ്രില്ലിനായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. നാളെ രാവിലെ മുതൽ വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകൾ ആരംഭിക്കും. അജിംഷാദ്. ശരി അബ്ദുൽ റഷീദ്.